നമസ്കാരം. ഈ മെയ് മാസം അവസാനത്തോടുകൂടി വളരെയധികം മാറ്റങ്ങളും ജീവിതത്തിൽ ഉയർച്ചയും വരാൻ പോവുകയാണ് ചില രാശിക്കാർക്ക്. എന്തെന്നാൽ മെയ് അവസാനം ലക്ഷ്മി നാരായണ രാജയോഗമാണ് രൂപപ്പെടാൻ പോകുന്നത്. ലക്ഷ്മി നാരായണ രാജയോഗം ചില രാശിക്കാർക്ക് ഇവരുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചയാണ് കൊണ്ടുവരിക. ഇത് വളരെയധികം ശുഭകരമായ ഒരു യോഗമാണ്. ഒരാളുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതിയും സാമ്പത്തികമായുള്ള ഉയർച്ചയും കൊണ്ടുവരുവാൻ ഈ യോഗത്തിന് തീർച്ചയായും സാധിക്കുന്നതായിരിക്കും. ബുധനും ശുക്രനും വൃശ്ചികം രാശിയിൽ സംയോജിക്കുന്നതിൻ്റെ ഫലമായാണ് ഈ യോഗം വന്നു ചേരുന്നത്. ഈ യോഗത്താൽ സമ്പത്തും സൗഭാഗ്യവും വന്നു ചേരുന്നതായിരിക്കും. ഏതെല്ലാം രാശിക്കാരുടെ ജീവിതത്തിലാണ് മെയ് മാസം അവസാനത്തോടുകൂടി വലിയ ഉയർച്ച കൈവരുന്നതെന്നറിയാം. മിഥുനം രാശി. മിഥുനം രാശിക്കാർക്ക് വരാൻ പോകുന്നത് വളരെയധികം നേട്ടങ്ങളാണ്. ഇവർക്ക് സാമ്പത്തികമായുള്ള ഉയർച്ചയാണ് വന്നു ചേരുക. ഇവരുടെ ജീവിതത്തിൽ സുപ്രധാനമായ ചില തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും. ഇവർക്ക് ബിസിനസ് പരമായി വളരെയധികം ഉയർച്ച കൈവരുന്നതായിരിക്കും. ഇവരുടെ വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും. ഇവരുടെ പ്രതീക്ഷകൾ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിറവേറ്റുവാൻ ഇവർക്ക് സാധിക്കും. ഇവരുടെ കഠിന പ്രയത്നത്തിൻ്റെ ഫലം ഇവർക്ക് തീർച്ചയായും ലഭിക്കും. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഇവർക്ക് ഇവരുടെ കരിയറിൽ വലിയ ഉയർച്ചയും ഐശ്വര്യവും കൊണ്ടുവരുന്നതായിരിക്കും. ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാർക്ക് ലക്ഷ്മി നാരായണ രാജയോഗം മൂലം ഇവരുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങളാണ് വന്നു ചേരുക. ഇവർക്ക് മുന്നിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരും. ഈ കാലയളവിൽ ഇവർക്ക് സർക്കാർ ജോലി ലഭിക്കുവാനുള്ള യോഗമാണ് വന്നു ചേരുക. ഇവരുടെ ജീവിത നിലവാരം ക്രമേണ ഉയരുന്നതായിരിക്കും. പുതിയ വാഹനം വാങ്ങുവാനുള്ള യോഗം ഇവർക്ക് വന്നു ചേരും. വസ്തു സംബന്ധമായ ഇടപാടുകളിൽ നിന്നെല്ലാം തന്നെ വളരെയധികം നേട്ടം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. സാമ്പത്തികമായുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്തുവാൻ ഇവർക്ക് സാധിക്കും. ജോലിയിൽ പ്രമോഷനുള്ള സാധ്യത ഏറെയാണ്. ഇവർക്ക് അംഗീകാരവും പ്രശസ്തിയും വർദ്ധിക്കുന്നതായിരിക്കും. തുലാം രാശി. തുലാം രാശിക്കാർക്ക് ലക്ഷ്മി നാരായണ രാജയോഗം മൂലം ജീവിതത്തിൽ വലിയ ഉയർച്ച തന്നെ വന്നു ചേരും. ഇവരുടെ സാമ്പത്തിക നില ഗണ്യമായി ഉയരുന്നതായിരിക്കും. ഇവരുടെ വ്യക്തി ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങളാണ് വന്നു ചേരുക. തൊഴിൽപരമായി ഉയർച്ച ഇവർക്ക് വന്നു ചേരും. ബിസിനസ് പരമായി വളരെയധികം ലാഭം ഈ സമയം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും ഈ സമയം ഇവർക്ക് യോഗമുണ്ട്. വൃശ്ചികം രാശി. വൃശ്ചികം രാശിക്കാർക്ക് ലക്ഷ്മി നാരായണ രാജയോഗം മൂലം ഇവരുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. ഇവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനുള്ള സാധ്യത ഏറെയാണ്. തൊഴിൽപരമായി നിരവധി അവസരങ്ങൾ തന്നെ ഇവർക്ക് വന്നു ചേരും. ബുധൻ്റെ സ്വാധീനം ഇവർക്ക് അനുകൂലമായാണ് കാണുന്നത്. അതിനാൽ തന്നെ ഇവർക്ക് ജോലിയിൽ വളരെയധികം ഉയർച്ച കൈവരുന്നതായിരിക്കും. സമൂഹത്തിൽ അംഗീകാരവും പ്രശസ്തിയും വർദ്ധിക്കുന്നതായിരിക്കും. ഇവരുടെ വരുമാനം വർദ്ധിക്കും. ഇവർക്ക് സന്തോഷവും സമാധാനവും അധികരിക്കുന്ന ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇവരുടെ ഉത്തരവാദിത്വങ്ങളെല്ലാം തന്നെ കൃത്യമായി പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതായിരിക്കും. കുംഭം രാശി. കുംഭം രാശിക്കാർക്ക് ലക്ഷ്മി നാരായണ രാജയോഗത്താൽ വളരെയധികം നേട്ടങ്ങളാണ് വന്നു ചേരുക. ഇവർക്ക് പുതിയ ഗൃഹം വാങ്ങുവാനുള്ള യോഗമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായിരിക്കും. ഇവർക്ക് സാമ്പത്തികപരമായി വളരെയധികം നേട്ടങ്ങളാണ് വന്നു ചേരുക. ഐശ്വര്യവും സമ്പത്തും ഈ സമയം ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.
ലക്ഷ്മീനാരായണ രാജയോഗം കുംഭം രാശിക്കാർക്ക് വളരെയധികം സൗഭാഗ്യവും നേട്ടങ്ങളും കൊണ്ടുവരുന്നതായിരിക്കും. ഇവരുടെ ആഗ്രഹങ്ങൾക്കൊത്തു തന്നെ എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുവാനും നേടിയെടുക്കുവാനും ഇവർക്ക് തീർച്ചയായും സാധിക്കുന്നതായിരിക്കും.